വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ KTET ആസ്പിരൻസ്. ഇന്ന് നമ്മൾ 7ാം ക്ലാസ്സിലെ സാമൂഹ്യശാസ്ത്രം പാഠപുസ്തകത്തിലെ ബാക്കി വരുന്ന പാഠഭാഗങ്ങളിൽ നിന്നുള്ള ചോദ്യങ്ങളാണ് പഠിക്കാൻ പോകുന്നത്. ഇതിനു മുന്നേ 7ാം ക്ലാസ്സിൻ്റെ 2 പാർട്ടുകളായി വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉണ്ട്. ഇതുവരെ കാണാത്തവരുണ്ടെങ്കിൽ ഇന്ന് തന്നെ ആ 2 വീഡിയോകളും കാണുക. അപ്പോൾ സമയം കളയാതെ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. ഒന്നാമത്തെ ചോദ്യം, ദ തേർഡ് ഫേസ് ഓഫ് ദ നാഷണൽ മൂവ്മെൻറ്റ് ഫ്രം 1919 to 1947 is known as. The third phase of the national movement from 1919 to 1947 is known as Gandhian phase. Second question, Gandhiji returned to India from South Africa on. Gandhiji returned to India from South Africa on 9th January 1950. അപ്പോൾ ഗാന്ധിജി റിട്ടേൺ ടു ഇന്ത്യ, സൗത്ത് ആഫ്രിക്കയിൽ നിന്നും ഇന്ത്യയിലേക്ക് തിരിച്ചു വന്നത് എപ്പോഴാണ്? 1950 ജനുവരി 9. അടുത്ത ക്വസ്റ്റ്യൻ, ദ ഫസ്റ്റ് സ്ട്രൈക്ക് ലെഡ് ബൈ ഗാന്ധിജി ഇൻ ഇന്ത്യ വാസ്. ദ ഫസ്റ്റ് സ്ട്രൈക്ക് ലെഡ് ബൈ ഗാന്ധിജി ഇൻ ഇന്ത്യ വാസ്. ഗാന്ധിജി ഇന്ത്യയിൽ നടത്തിയ ആദ്യത്തെ സമരം ഏതാണ്? നമുക്കെല്ലാവർക്കും അറിയാം, ചമ്പാരൻ സത്യാഗ്രഹ. ചമ്പാരൻ സത്യാഗ്രഹമാണ് ഗാന്ധിജി ഇന്ത്യയിൽ നടത്തിയ ആദ്യത്തെ സ്ട്രൈക്ക്. ദ ഫസ്റ്റ് സ്ട്രൈക്ക് ലെഡ് ബൈ ഗാന്ധിജി ഇൻ ഇന്ത്യ വാസ് ചമ്പാരൻ സത്യാഗ്രഹ. ഇനി ഈ ചമ്പാരൻ സത്യാഗ്രഹം നടന്നത് ഏത് വർഷമാണ്? 1917. 1917 ചമ്പാരൻ സത്യാഗ്രഹം നടന്നിട്ടുള്ളത്. അടുത്ത ചോദ്യം, ദ ഫസ്റ്റ് ഹങ്കർ സ്ട്രൈക്ക് എവർ എംപ്ലോയിഡ് ബൈ ഗാന്ധിജി ഇൻ ഇന്ത്യ. ദ ഫസ്റ്റ് ഹങ്കർ സ്ട്രൈക്ക്. ഹങ്കർ സ്ട്രൈക്ക് എന്ന് പറഞ്ഞാൽ നിരാഹാര സമരം അല്ലേ? അപ്പം നിരാഹാര സത്യാഗ്രഹം ഗാന്ധിജി ആദ്യമായിട്ട് ഇന്ത്യയിൽ നടത്തിയത് എപ്പോഴാണ്? ആൻസർ 1918. 1918 അഹമ്മദാബാദ് മിൽ സ്ട്രൈക്ക്. 1918 അഹമ്മദാബാദ് മിൽ സ്ട്രൈക്കാണ് അതിൻ്റെ ആൻസർ. അടുത്ത ചോദ്യം, ദ ഇൻസിഡൻറ്റ് ദാറ്റ് മെയ്ഡ് ഗാന്ധിജി ടു റീലിങ്ക്വിഷ് ദ ടൈറ്റിൽ കേസർ ഇ ഹിന്ദ് ആൻഡ് രവീന്ദ്രനാഥ് ടാഗോർ ടു റിനൗൺസ് ദ ടൈറ്റിൽ സർ. ചോദ്യം ഒന്നുകൂടി വായിച്ചു നോക്കാം. ദ ഇൻസിഡൻറ്റ് ദാറ്റ് മെയ്ഡ് ഗാന്ധിജി ടു റീലിങ്ക്വിഷ് ദ ടൈറ്റിൽ കേസർ ഇ ഹിന്ദ്. ഗാന്ധിജി കേസർ ഇ ഹിന്ദ് എന്നുള്ള പദവിയും ആൻഡ് രവീന്ദ്രനാഥ് ടാഗോർ ടു റിനൗൺസ് ദ ടൈറ്റിൽ സർ. രവീന്ദ്രനാഥ് ടാഗോർ സർ പദവിയും വേണ്ടാന്ന് വെക്കാൻ അല്ലെങ്കിൽ തിരിച്ചേൽപ്പിക്കാനുള്ള കാരണം എന്തായിരുന്നു? ജാലിയൻ വാലാബാഗ് മസാക്കർ. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയാണ് അതിന് കാരണം. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ഹൂ ലെഡ് ജാലിയൻ വാലാബാഗ് മസാക്കർ? ഹൂ ലെഡ് ജാലിയൻ വാലാബാഗ് മസാക്കർ? ആൻസർ Michael O'Dyer. Michael O'Dyer. Who shot Michael O'Dyer? Who shot Michael O'Dyer? Answer Udham Singh. Udham Singh. അടുത്ത ക്വസ്റ്റ്യൻ, the leader of Khilafat movement in India. The leaders of Khilafat movement in India. ഇന്ത്യയിലെ ഖിലാഫത്ത് പ്രസ്ഥാനത്തിൻ്റെ നേതാക്കൾ ആരൊക്കെയാണ്? ആൻസർ മൗലാന ഷൗക്കത്ത് അലി ആൻഡ് മൗലാന മുഹമ്മദ് അലി. അലി സഹോദരന്മാർ, അലി ബ്രദേഴ്സ് എന്നറിയപ്പെടുന്ന മൗലാന ഷൗക്കത്ത് അലിയും മൗലാന മുഹമ്മദ് അലിയുമാണ് ഖലീഫത്ത് പ്രസ്ഥാനത്തിന് ഇന്ത്യയിലെ നേതൃത്വം നൽകിയത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഖിലാഫത്ത് ഡേ വാസ് ഒബ്സർവ്ഡ് ഓൾ ഓവർ ഇൻ ഇന്ത്യ ഓൺ. ഖിലാഫത്ത് ഡേ വാസ് ഒബ്സർവ്ഡ് ഓൾ ഓവർ ഇൻ ഇന്ത്യ ഓൺ 17th October 1999. ഖിലാഫത്ത് ഡേ 17th October 1999. അടുത്ത 10ാമത്തെ ചോദ്യം, ദ INC സെഷൻ ദാറ്റ് അപ്രൂവ്ഡ് നോൺ കോപ്പറേഷൻ മൂവ്മെൻറ്റ്. ദ INC സെഷൻ ദാറ്റ് അപ്രൂവ്ഡ് നോൺ കോപ്പറേഷൻ മൂവ്മെൻറ്റ്. നമുക്കറിയാം INCയുടെ ഒരുപാട് സെഷൻസ് ഉണ്ടായിട്ടുണ്ട്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ഒരുപാട് സമ്മേളനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതിൽ ഏതിലാണ് നമ്മുടെ നോൺ കോപ്പറേഷൻ മൂവ്മെൻറ്റ് എന്ന് പറയുന്ന ഒരു മൂവ്മെൻറ്റിന് അംഗീകാരം കിട്ടിയത്? ആൻസർ കൽക്കത്ത. 1920 കൽക്കത്തയിൽ വെച്ച് നടന്ന INC സെഷനിലാണ്
നോൺ കോപ്പറേഷൻ മൂവ്മെൻറ്റിന് അപ്രൂവൽ കിട്ടിയത്. അടുത്ത 11ാമത്തെ ചോദ്യം, മലബാർ റബല്യൻ നടന്ന, മലബാർ കലാപം നടന്ന വർഷം 1921. മലബാർ റബല്യൻ 1921 പറഞ്ഞ് തന്നെ പഠിക്കുക. മലബാർ റബല്യൻ 1921. വാഗൺ ട്രാജഡി, മലബാർ റബല്യനോട് ബന്ധപ്പെട്ട് നടന്ന കാര്യം തന്നെയാണ് വാഗൺ ട്രാജഡി. അപ്പോൾ അതിൻ്റെ ഇയർ സെയിം തന്നെയാണ്, 1921 തന്നെയാണ്. അപ്പോൾ മാസവും ഡേറ്റും കൂടി ഒന്ന് ഓർമ്മിച്ച് വെക്കാം. November 10. വാഗൺ ട്രാജഡി 1921 November 10. അടുത്തത് ചൗരി ചൗര ഇൻസിഡൻറ്റ്. 1922. അപ്പോൾ മലബാർ റബല്യൻ 1921, ചൗരി ചൗര ഇൻസിഡൻറ്റ് 1922. അടുത്ത ചോദ്യം, the incident that made Gandhiji to call off the non-cooperation movement. The incident that made Gandhiji to call off the non-cooperation movement. ചൗരി ചൗര ഇൻസിഡൻറ്റ്. അപ്പോൾ ഗാന്ധിജി നിസ്സഹകരണ പ്രസ്ഥാനം പിൻവലിക്കാനുണ്ടായിരുന്ന കാരണം എന്തായിരുന്നു? 1922 നടന്ന ചൗരി ചൗര ഇൻസിഡൻറ്റ് കൊണ്ടാണ് ഗാന്ധിജി നിസ്സഹകരണ പ്രസ്ഥാനം പിൻവലിച്ചത്. അപ്പോൾ എന്താണ് ചൗരി ചൗര എന്നുള്ള കാര്യമൊക്കെ നമുക്കറിയാം. അപ്പോൾ അതൊന്നും ഞാൻ ഇവിടെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല. നമുക്ക് നേരെ അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. വൈക്കം സത്യാഗ്രഹം നടന്ന വർഷം ഏതാണ്? 1924. വൈക്കം സത്യാഗ്രഹ 1924. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹൂ ലെഡ് സവർണ ജാഥ നടത്തിയത് ആരാണ്? ആൻസർ നമുക്ക് എല്ലാവർക്കും അറിയാം, മന്നത്ത് പത്മനാഭനാണ് സവർണ ജാഥ നടത്തിയത്. അപ്പോൾ അത് മാത്രം നമ്മൾ പഠിച്ചാൽ പോരാ, മന്നത്ത് പത്മനാഭനാണ് സവർണ ജാഥ നടത്തിയതെന്ന് മാത്രം നമ്മൾ പഠിച്ചാൽ പോരാ, അതിൻ്റെ വർഷം പഠിക്കണം. അതുപോലെ തന്നെ അത് എവിടെ മുതൽ എവിടെ വരെയാണ്, അങ്ങനെയും നമ്മളെ കുഴപ്പിക്കാൻ വേണ്ടി ക്വസ്റ്റ്യൻസ് ചോദിക്കാം. അപ്പോൾ സവർണ ജാഥ എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഓർമ്മ വരേണ്ടത് ആദ്യം മന്നത്ത് പത്മനാഭൻ, പിന്നെയോ അടുത്തത് വർഷം 1924 സവർണ ജാഥ നടത്തിയിട്ടുള്ളത്. ഇനി എവിടെ നിന്ന് എവിടത്തേക്കാണ്? വൈക്കം ടെമ്പിൾ ടു തിരുവനന്തപുരം. വൈക്കം ടെമ്പിൾ മുതൽ, വൈക്കം ക്ഷേത്രം മുതൽ തിരുവനന്തപുരം വരെയാണ് സവർണ ജാഥ നടന്നിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും പഠിച്ചു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് നേരെ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ദ INC സെഷൻ ദാറ്റ് ഡിസൈഡഡ് ടു ലോഞ്ച് ദ സിവിൽ ഡിസൊബീഡിയൻസ് മൂവ്മെൻറ്റ്. ഏത് INC സെഷനാണ് സിവിൽ ഡിസൊബീഡിയൻസ് മൂവ്മെൻറ്റിന് തുടങ്ങാൻ ഡിസൈഡ് ചെയ്തത്? നമുക്ക് എല്ലാവർക്കും അറിയാം, 1921 ലാഹോർ സെഷൻ. 1929 ലാഹോർ സെഷനിലാണ് സിവിൽ ഡിസൊബീഡിയൻസ് മൂവ്മെൻറ്റ്. അടുത്ത ചോദ്യം, ഗാന്ധിജി ലോഞ്ച്ഡ് സിവിൽ disobedience movement on. Gandhiji launched civil disobedience movement on 6th April 1930. 6th April 1930. അപ്പോൾ ഇതൊക്കെ ഓർമ്മിച്ച് നോക്കാം. നമ്മൾ കുറേ ഡേറ്റ്സും അതുപോലെ തന്നെ ഇയേഴ്സും ഇപ്പോൾ ഒരു 5-6 ചോദ്യമായിട്ട് നമ്മൾ പഠിച്ചു. അപ്പോൾ അത് മാറിപ്പോയരുത്. അടുത്ത ക്വസ്റ്റ്യൻ, either I shall return with what I want for my death body will float in the ocean. Who said this? Either I shall return with what I want, for my dead body will float in the ocean. അത് പറഞ്ഞതാരാണ്? ഗാന്ധിജിയാണ്. ഏത് സത്യാഗ്രഹവുമായിട്ട് ബന്ധപ്പെട്ടാണ് അദ്ദേഹം ഇത് പറഞ്ഞത്? സാൾട്ട് സത്യാഗ്രഹ. അടുത്തത് 20ാമത്തെ ചോദ്യം, ദ സിവിൽ ഡിസൊബീഡിയൻസ് മൂവ്മെൻറ്റ് ഇൻ ദ നോർത്ത് വെസ്റ്റേൺ റീജിയൻ വാസ് ലെഡ് ബൈ. ദ സിവിൽ ഡിസൊബീഡിയൻസ് മൂവ്മെൻറ്റ് ഇൻ ദ നോർത്ത് വെസ്റ്റേൺ റീജിയൻ വാസ് ലെഡ് ബൈ. നോർത്ത് വെസ്റ്റേൺ റീജിയണിൽ ആരാണ് സിവിൽ ഡിസൊബീഡിയൻസ് മൂവ്മെൻറ്റിന് നേതൃത്വം നൽകിയത്? ആരാണ്? ഖാൻ അബ്ദുൽ ഖാഫർ ഖാൻ അല്ലേ. അപ്പോൾ അടുത്ത ചോദ്യം നോക്കിയേ, ഹു ഈസ് നോൺ ആസ് ഫ്രോണ്ടിയർ ഗാന്ധി? ഫ്രോണ്ടിയർ ഗാന്ധി, അതിർത്തി ഗാന്ധി എന്നറിയപ്പെടുന്നത് ആരാണ്? ഖാൻ അബ്ദുൽ ഖാഫർ ഖാനാണ് നോർത്ത് വെസ്റ്റേൺ റീജിയണിലെ സിവിൽ ഡിസൊബീഡിയൻസ് മൂവ്മെൻറ്റിന് നേതൃത്വം നൽകിയത്. അതുപോലെ തന്നെ അദ്ദേഹം തന്നെയാണ് അതിർത്തി ഗാന്ധി എന്ന് അറിയപ്പെടുകയും ചെയ്യുന്നത്. അടുത്ത ചോദ്യം, ദ ബ്രേക്കിംഗ് ഓഫ് ദ സാൾട്ട് ലോ വാസ് ഓർഗനൈസ്ഡ് ഇൻ പയ്യന്നൂർ അണ്ടർ ദ ലീഡർഷിപ്പ് ഓഫ്. The breaking of the salt law was organized in Payyanur under the leadership of
കെ കേളപ്പൻ. അപ്പോൾ ആ പേര് ഓർമ്മിച്ച് വെക്കുക. അപ്പം നമ്മുടെ ഇന്ത്യയുടെ പല ഭാഗങ്ങളിൽ എന്ത് ചെയ്തിട്ടുണ്ട്, സാൾട്ട് ലോ ബ്രേക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടന്നിട്ടുണ്ട്. അപ്പോൾ ഓരോ റീജിയണിലും ഓരോരോ ആൾക്കാർ അതിനുള്ള നേതൃത്വം വഹിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു നോർത്ത് വെസ്റ്റേൺ റീജിയണിൽ ഖാൻ അബ്ദുൽ ഗാഫർ ഖാനാണ് ഇതിന് നേതൃത്വം നൽകിയതെന്ന് പറഞ്ഞു. ഇപ്പം നമ്മൾ പഠിച്ചത് എന്താ, പയ്യന്നൂർ എന്ന് പറയുന്ന സ്ഥലത്ത് ആരുടെ നേതൃത്വത്തിലാണ് സാൾട്ട് ലോ ബ്രേക്ക് ചെയ്തത്? അപ്പോൾ ആരുടെ ആയിരുന്നു? കെ കേളപ്പൻ. ഇനി അടുത്ത ചോദ്യം, 23ാമത്തെ ചോദ്യം, ഗുരുവായൂർ സത്യാഗ്രഹം നടന്ന വർഷം ഏതാണ്? 1931 മറന്നു പോകരുത്. ഗുരുവായൂർ സത്യാഗ്രഹം 1931. അടുത്ത ക്വസ്റ്റ്യൻ, ഹൂ ഈസ് നോൺ ആസ് ദ ക്യൂൻ ഓഫ് നാഗാസ്? നാഗന്മാരുടെ റാണി എന്നറിയപ്പെടുന്നത് ആരാണ്? റാണി ഗൈഡലു ആണ് നാഗന്മാരുടെ റാണി അല്ലെങ്കിൽ ക്യൂൻ ഓഫ് നാഗാസ് എന്ന് അറിയപ്പെട്ടിരുന്നത്. ഇനി അടുത്ത ചോദ്യം, ഹൂ ഡിസ്ക്രൈബ്ഡ് ഗൈഡലു ആസ് ദ ക്യൂൻ ഓഫ് നാഗാസ്? ആരാണ് ഗൈഡലുവിനെ അങ്ങനെ നാഗന്മാരുടെ റാണി എന്ന് വിശേഷിപ്പിച്ചത്? ആരാണ്? ജവഹർലാൽ നെഹ്റു. നമ്മുടെ ഫസ്റ്റ് പ്രൈം മിനിസ്റ്റർ ആയിട്ടുള്ള ജവഹർലാൽ നെഹ്റു ആണ് ഗൈഡലുവിനെ ക്യൂൻ ഓഫ് നാഗാസ് എന്ന് വിശേഷിപ്പിച്ചത്. അടുത്ത ചോദ്യം, പൂന പാക്റ്റ്. അപ്പോൾ നമ്മളിങ്ങനെ ആ വർഷങ്ങൾ മാത്രം പഠിക്കുന്നത് കൊണ്ടാണ് നമ്മൾ ആ ഒരു കാര്യം മാത്രമേ എഴുതിയിട്ടുള്ളൂ. ഒരുപാട് ക്വസ്റ്റ്യൻസിന് ലെങ്ത് കൊടുത്തിട്ടില്ല. അപ്പോൾ പൂന പാക്റ്റ് എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ആദ്യം വരേണ്ടത് അതിൻ്റെ വർഷമാണ്. അത് ഏതാണ്? 1932. പൂന പാക്റ്റ് 1932. അപ്പം 1931 ഗുരുവായൂർ സത്യാഗ്രഹ, പൂന പാക്റ്റ് 1932. ഇതപ്പം അങ്ങൊന്ന് ജോയിൻ ചെയ്ത് പഠിച്ചാൽ നമുക്ക് സിമ്പിളായിട്ട് എക്സാം ഹാളിൽ നിന്ന് നമുക്ക് ഓർമ്മ വരും. അടുത്ത ചോദ്യം, ക്വിറ്റ് ഇന്ത്യ മൂവ്മെൻറ്റ് വാസ് ലോഞ്ച്ഡ് ഓൺ. ക്വിറ്റ് ഇന്ത്യ മൂവ്മെൻറ്റ് നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ? നമ്മുടെ സോഷ്യൽ പഠിക്കുന്ന എല്ലാവർക്കും അറിയുന്ന ഒരു ഇയർ തന്നെയാണ് ക്വിറ്റ് ഇന്ത്യ മൂവ്മെൻറ്റ്. എപ്പോഴാണ്? 8th ഓഗസ്റ്റ് 1942. 8th ഓഗസ്റ്റ് 1942. ഇനി എവിടെയാണ്? ബോംബെ വെച്ചിട്ടാണ് ഈ ഒരു മൂവ്മെൻറ്റ് ലോഞ്ച് ചെയ്തത്. അപ്പോൾ 8th ഓഗസ്റ്റ് 1942 അറ്റ് ബോംബെ. അടുത്ത ചോദ്യം, കസ്തൂർബ ഗാന്ധി പാസ്ഡ് എവേ ഓൺ. ആരാണ് കസ്തൂർബ ഗാന്ധി എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ കസ്തൂർബ ഗാന്ധി മരിച്ചത് എപ്പോഴാണ്? 22nd ഫെബ്രുവരി 1944. 22nd ഫെബ്രുവരി 1944. ഫെബ്രുവരി 22 കസ്തൂർബ ഗാന്ധി മരിച്ചത്. ഇനി എവിടെ വെച്ചിട്ടായിരുന്നു? ആഗാ ഖാൻ പാലസ്. അതെവിടെയാണ്? പൂനെയിലാണ്. ഇനി അടുത്ത ചോദ്യം, ഹു ഈസ് നോൺ ആസ് ദ ഹീറോയിൻ ഓഫ് ദ ക്വിറ്റ് ഇന്ത്യ മൂവ്മെൻറ്റ്? ക്വിറ്റ് ഇന്ത്യ സമര നായിക എന്നറിയപ്പെടുന്നത് ആരാണ്? അരുണ ആസിഫ് അലിയാണ് ദ ഹീറോയിൻ ഓഫ് ദ ക്വിറ്റ് ഇന്ത്യ മൂവ്മെൻറ്റ് എന്ന് അറിയപ്പെടുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, 30ാമത്തെ ചോദ്യം, ക്വിറ്റ് ഇന്ത്യ ഡേ നമ്മൾ ക്വിറ്റ് ഇന്ത്യ ദിനമായി ആചരിക്കുന്നത് എപ്പോഴാണ്? ഓഗസ്റ്റ് 9. അടുത്തത് ഒരു പ്രൊക്ലമേഷനാണ്, നമുക്കൊന്ന് നോക്കാം. ഗിവ് മീ ബ്ലഡ് ആൻഡ് ഐ വിൽ ഗിവ് യു ഫ്രീഡം. നിങ്ങളെനിക്ക് രക്തം തരൂ, ഞാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തരാം. ഇത് പറഞ്ഞത് ആരാണ്? നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ? സുഭാഷ് ചന്ദ്രബോസ്. ഗിവ് മീ ബ്ലഡ് ആൻഡ് ഐ വിൽ ഗിവ് യു ഫ്രീഡം. സുഭാഷ് ചന്ദ്രബോസ്. അടുത്ത ചോദ്യം, INA വാസ് ഫൗണ്ടഡ് ബൈ ഇന്ത്യൻ നാഷണൽ ആർമി. INA എന്ന് വെച്ചാൽ ഇന്ത്യൻ നാഷണൽ ആർമി. INA ഫൗണ്ടഡ് രൂപം നൽകിയത് ആരാണ്? ആരംഭിച്ചത് ആരാണ്? രാജ് ബിഹാരി ബോസ് ആണ് INAയുടെ ഫൗണ്ടർ. അടുത്ത ചോദ്യം, ഹു അഡ്രസ്ഡ് ടു സുഭാഷ് ചന്ദ്ര ബോസ് ആസ് നേതാജി? സുഭാഷ് ചന്ദ്ര ബോസിനെ നേതാജി എന്ന് അഭിസംബോധന ചെയ്തത് ആരാണ്? ഗാന്ധിജി. അടുത്ത ചോദ്യം, ദ ലീഡർ ഓഫ് ദ വുമൻസ് വിങ് ഓഫ് INAയുടെ വുമൻസ് വിങ്ങിൻ്റെ ലീഡർ ആരാണ്? ദ ലീഡർ ഓഫ് വുമൻസ് വിങ് ഓഫ് INA ഇസ് ക്യാപ്റ്റൻ ലക്ഷ്മി.
അടുത്ത ചോദ്യം, ദ കേരളൈറ്റ് who joined INA influenced by the ideas of Subhash Chandra Bose. The Keralite who joined INA influenced by the ideas of Subhash Chandra Bose. സുഭാഷ് ചന്ദ്ര ബോസിൻ്റെ സ്വാധീനം അല്ലെ അദ്ദേഹത്തിൻ്റെ ഐഡിയാസിൽ ആകൃഷ്ടനായിട്ട് INAയിൽ ചേർന്ന കേരളീയൻ ആരാണ്? ആൻസർ വക്കം അബ്ദുൽ ഖാദർ. വക്കം അബ്ദുൽ ഖാദർ. അടുത്ത ചോദ്യം സിമ്പിളാണ്. ഫസ്റ്റ് പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ. ഫസ്റ്റ് പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ നമുക്ക് എല്ലാവർക്കും അറിയാം, ജവഹർലാൽ നെഹ്റു. അടുത്ത ചോദ്യം, ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഒഫീഷ്യലി കെയിം ഇൻ ടു ഫോഴ്സ് ഓൺ. ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഒഫീഷ്യലി കെയിം ഇൻ ടു ഫോഴ്സ് ഓൺ 26th January 1950. 26th January 1950. അടുത്ത ക്വസ്റ്റ്യൻ, ഹു ഈസ് ദ ഫസ്റ്റ് പ്രസിഡന്റ് ഓഫ് ഇൻഡിപെൻഡൻറ്റ് ഇന്ത്യ? ഹു ഈസ് ദ ഫസ്റ്റ് പ്രസിഡന്റ് ഓഫ് ഇൻഡിപെൻഡൻറ്റ് ഇന്ത്യ? ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. അതൊക്കെ സിമ്പിൾ ആയതുകൊണ്ട് നമുക്ക് ഓൾറെഡി അറിയുന്ന കാര്യങ്ങളായതുകൊണ്ടാണ് ഞാനിങ്ങനെ സ്പീഡിൽ പോകുന്നത്. അടുത്ത ചോദ്യം, ദ ഫസ്റ്റ് ആക്ടിംഗ് ചെയർമാൻ ഓഫ് കോൺസ്റ്റിറ്റ്യൂവൻറ്റ് അസംബ്ലി. ദ ഫസ്റ്റ് ആക്ടിംഗ് ചെയർമാൻ ഓഫ് കോൺസ്റ്റിറ്റ്യൂവൻറ്റ് അസംബ്ലി ഡോക്ടർ സച്ചിദാനന്ദ സിൻഹ. ഡോക്ടർ സച്ചിദാനന്ദ സിൻഹ. അടുത്ത ചോദ്യം, ദ ഫസ്റ്റ് മീറ്റിംഗ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂവൻറ്റ് അസംബ്ലി വാസ് ഹെൽഡ് ഓൺ. ദ ഫസ്റ്റ് മീറ്റിംഗ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂവൻറ്റ് അസംബ്ലി വാസ് ഹെൽഡ് ഓൺ 9th December 1946. 9th December 1946. അടുത്തത് 41ാമത്തെ ചോദ്യം, ഹു വാസ് ദ ഫസ്റ്റ് ഇലക്റ്റഡ് ചെയർമാൻ ഓഫ് കോൺസ്റ്റിറ്റ്യൂവൻറ്റ് അസംബ്ലി? ഹു വാസ് ദ ഫസ്റ്റ് ഇലക്റ്റഡ് ചെയർമാൻ? നമ്മൾ നേരത്തെ പഠിച്ചത് ഫസ്റ്റ് ആക്ടിംഗ് ചെയർമാൻ ആണ്, അതാരായിരുന്നു? സച്ചിദാനന്ദ സിൻഹ ആയിരുന്നു. ഇപ്പോൾ നമ്മൾ പഠിക്കുന്നത് ഹു വാസ് ദ ഫസ്റ്റ് ഇലക്റ്റഡ് ചെയർമാൻ ഓഫ് കോൺസ്റ്റിറ്റ്യൂവൻറ്റ് അസംബ്ലി, അത് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആണ്. അടുത്ത ചോദ്യം, ഹു ഈസ് നോൺ ആസ് ദ ആർക്കിടെക്റ്റ് ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ? ഹു ഈസ് നോൺ ആസ് ദ ആർക്കിടെക്റ്റ് ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ? ആൻസർ ഡോക്ടർ ബി ആർ അംബേദ്കർ. ഡോക്ടർ ബി ആർ അംബേദ്കർ ആണ് ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി എന്ന് അറിയപ്പെടുന്നത്. അടുത്ത ചോദ്യം, കോൺസ്റ്റിറ്റ്യൂഷൻ ഡേ എന്നറിയപ്പെടുന്നത് എപ്പോഴാണ്? നവംബർ 26 ആണ് കോൺസ്റ്റിറ്റ്യൂഷൻ ഡേ. അടുത്ത ചോദ്യം, ഹു ഡിസ്ക്രൈബ്ഡ് പ്രിയാമ്പിൾ ആസ് എസെൻസ് ആൻഡ് കീ ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ? എസെൻസ് ആൻഡ് കീ ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പ്രിയാമ്പിളിനെ ഡിസ്ക്രൈബ് ചെയ്തത് ആരാണ്? ജവഹർലാൽ നെഹ്റു. അടുത്ത ചോദ്യം, ദ ഇൻസ്ട്രുമെൻറ്റ് യൂസ്ഡ് ടു മെഷർ ദ അറ്റ്മോസ്ഫിയറിക് ടെമ്പറേച്ചർ. ദ ഇൻസ്ട്രുമെൻറ്റ് യൂസ്ഡ് ടു മെഷർ ദ അറ്റ്മോസ്ഫിയറിക് ടെമ്പറേച്ചർ നമുക്ക് എല്ലാവർക്കും അറിയാം, തെർമോമീറ്റർ. ഇനി അടുത്ത ചോദ്യം, അറ്റ്മോസ്ഫിയറിക് ടെമ്പറേച്ചർ ഈസ് റെക്കോർഡഡ് ഇൻ. അറ്റ്മോസ്ഫിയറിക് ടെമ്പറേച്ചർ ഏത് അളവിലാണ് നമ്മൾ പറയുക? ഡിഗ്രി സെൽഷ്യസ് ഓർ ഡിഗ്രി ഫാരൻഹീറ്റ്. അടുത്ത ചോദ്യം, ദ ഇൻസ്ട്രുമെൻറ്റ് യൂസ്ഡ് ഫോർ മെഷറിംഗ് അറ്റ്മോസ്ഫിയറിക് പ്രഷർ. അറ്റ്മോസ്ഫിയറിക് പ്രഷർ അളക്കാൻ നമ്മൾ യൂസ് ചെയ്യുന്ന ഇൻസ്ട്രുമെൻ്റ് ഏതാണ്? ബാരോമീറ്റർ. അടുത്തത്, ദ ഇൻസ്ട്രുമെൻറ്റ് യൂസ്ഡ് ഫോർ മെഷറിംഗ് വിൻഡ് സ്പീഡ് അനിമോമീറ്റർ. അടുത്തത്, ദ ഇൻസ്ട്രുമെൻറ്റ് യൂസ്ഡ് ടു ഫൈൻഡ് ദ ഡയറക്ഷൻ ഓഫ് വിൻഡ്. വിൻഡ് വെയിൻ. ലാസ്റ്റ് ക്വസ്റ്റ്യൻ, മൗണ്ട് എവറസ്റ്റ് ഈസ് സിറ്റുവേറ്റഡ് ഇൻ. നമുക്ക് എല്ലാവർക്കും അറിയാം, നേപ്പാൾ. അപ്പോൾ അതൊക്കെ നമ്മൾ ബേസിക് ആയതുകൊണ്ടാണ് കുറച്ച് സ്പീഡ് പോയത്. അപ്പോൾ നമ്മൾ കുറച്ച് മുന്നേ കുറച്ച് ഇൻസ്ട്രുമെൻസിൻ്റെ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൽ ഒന്നാമത്തെ ഏതായിരുന്നു? അറ്റ്മോസ്ഫിയറിക് ടെമ്പറേച്ചർ അളക്കുന്നത് തെർമോമീറ്റർ. പിന്നെ നമ്മൾ പഠിച്ചത് അറ്റ്മോസ്ഫിയറിക് പ്രഷർ അളക്കാൻ ഉപയോഗിക്കുന്നത് ബാരോമീറ്റർ. വിൻഡ് സ്പീഡ് അനിമോമീറ്റർ. വിൻഡ് ഡയറക്ഷൻ വിൻഡ് വെയിൻ. അപ്പോൾ ഇത് മാറിപ്പോവാതെ പഠിച്ചു വെക്കാം. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇതോടെ 7ാം ക്ലാസ്സിലെ പാഠപുസ്തകത്തിൽ നിന്നുള്ള മുഴുവൻ ചോദ്യങ്ങളും നമ്മൾ പഠിച്ചു കഴിഞ്ഞു. എപ്പോഴും പറയുന്നത് പോലെ വീഡിയോ വെറുതെ കേട്ടുപോയാൽ മാത്രം പോരാ, ഓരോ ചോദ്യവും എഴുതി വെച്ച് തന്നെ പഠിക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, മറ്റുള്ളവർക്കും ഉപകാരപ്പെടുമെന്ന് തോന്നിയാൽ ഷെയർ ചെയ്യുക. അതുപോലെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം.